ഹായ് ഹലോ അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കണു. അപ്പം ഇന്ന് രാവിലെ തന്നെ ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അതിന് വേണ്ടി ചെറുപയർ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുക്കർക്ക് കഴുകി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ചേർക്കുള്ളൂ കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു ഫിസിലും പിന്നെ കുറച്ച് വെച്ചിട്ട് 2 ഫിസിലും അടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പത്തിന് അത് വെന്ത് കിട്ടും കേട്ടോ. ചെറുപയർ നമ്മൾ കുതിരാൻ വെച്ചാൽ. പിന്നെ ഞാൻ തലേന്ന് തന്നെ നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ജാർക്ക് കഴുകിയിട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ തന്നെ ഈ ചെറുപയർ വേവണീന് മുന്നേ തന്നെ ആയിട്ട് ഗ്യാസ് ഇങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രാന്താവുമല്ലോ. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുറത്താണ് ദോശ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഗ്യാസുമൊക്കെ ചുടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിർദോശ ചുടുന്ന ചട്ടി എല്ലാ ഭാഗവും ഒരുപോലെ ചൂടായി കിട്ടൂലല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടം പുറത്ത് അടുപ്പത്ത് ഉണ്ടാക്കണം കേട്ടോ. പുറത്താണെങ്കിലും അകത്താണെങ്കിലും അടുപ്പിൽ വെച്ച് ഉണ്ടാക്കണം കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ ആദ്യം തന്നെ അടുപ്പിൽ വെണ്ണീറൊക്കെ കോരിയിട്ട് പിന്നെ ഒരു സീലൊക്കെ വെച്ച് കണ്ട് തുടച്ച് റെഡിയാക്കുകയാണ് കേട്ടോ. നമ്മൾ പുറത്താണെന്നുണ്ടെങ്കിലും അടുപ്പും വീതനൊക്കെ വൃത്തിയാക്കണമല്ലോ. എന്നാലല്ലേ നമ്മൾ അല്ലെങ്കിൽ ദോശ ചുടണ പാത്രം വെക്കുമ്പോഴോ അല്ലെങ്കിൽ ചട്ടക്കത്തുമ്പോൾ എങ്ങനെയെങ്കിലും വല്ല പൊടിയോ എന്തെങ്കിലുമൊക്കെ ആവൂലേ. അപ്പോൾ ചട്ടി പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് തീയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തൊക്കെ കത്തിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ വറകുകളും എന്തൊക്കെയാണെങ്കിലും നമുക്ക് തൊടിയിൽ നിന്ന് എടുത്തിട്ടൊക്കെ കത്തിക്കാമല്ലോ. പിന്നെ ഉള്ളിലാവുമ്പോൾ അതൊന്നും നടക്കില്ല. അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ കുക്കറിൻ്റെ തീ കെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവം നോക്കുമ്പോൾ ഗ്യാസ് കഴിഞ്ഞിരിക്കണം. അപ്പം തന്നെ ആകെ പ്രാന്തായിട്ടോ. എന്താണെന്ന് വെച്ചാൽ മോനിക്ക് ക്ലാസ് ഉണ്ടേനും. അപ്പോൾ ഓർക്ക് 2 ആൾക്കും ക്ലാസ്സിന് പോവും വേണം. അപ്പോൾ ഇതിന് തന്നെ നേരെ 8 മണി ആവാനാവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ദോശ ഉണ്ടാക്കും വേണം, പിന്നെ കടി ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കണം, കറിയും ശരിയാക്കണമല്ലോ. അപ്പോൾ അത് കാരണമൊക്കെ പുറത്തേക്കും പോകണം, അകത്തേക്കും വരണം. അപ്പോൾ ഞാൻ കുറ്റി മാറ്റി വെച്ചങ്ങാണ്ട് ഫിറ്റ് ചെയ്യാതെ വന്നിട്ട് ദോശ വാരിയാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ പിന്നെ ദോശ പാർന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഗ്യാസ് റെഡിയാക്കാനൊക്കെ പോയി. പിന്നെ ഞാൻ തുറന്ന് നോക്കുമ്പോൾ വെന്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ചെറുപയറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തങ്ങാണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കും കൂടി ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി എണ്ണ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഓനിക്ക് പെട്ടെന്ന് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ ചട്ടിക്ക് കുക്കറിൽ നിന്ന് കറി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെറുപയർ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. മല്ലിപ്പൊടി ഒന്നും ഇടണ്ട കേട്ടോ. വെറും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ അതിൽ കിഴങ്ങൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ കിഴങ്ങ് ചേർത്തിട്ടില്ല. അപ്പോൾ അവനിക്കുള്ള കാപ്പി ഉണ്ടാക്കി കറിയും കടിയൊക്കെ വെച്ച് കൊടുത്തിട്ടു. അപ്പം ഉമ്മ പുറത്തിരുന്നിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി ഉമ്മ അപ്പത്തിന് ചോറിന് വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മുറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ അത് വെക്കാൻ വിചാരിച്ചു. ഇപ്പോൾ കുരുമുളക് ഇറക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അനിയൻ്റെ അടുത്തേക്ക് ആൾ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ കുരുമുളക് കൊടുത്തയക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ കുരുമുളക് ഇപ്പോൾ കുറച്ച് ഒരു മരത്തുമുള്ളത് അറുത്തതാണ് കേട്ടോ. ഫുള്ളായിട്ടൊന്നും അറുത്തിട്ടില്ല. അപ്പോൾ അവനക്കുള്ളത് ഇതാക്കാൻ വിചാരിച്ചിട്ട് കുരുമുളകൊക്കെ ഒന്ന് ചവിട്ടിയിട്ട് പിന്നെ അതൊന്നും ഉമ്മാക്ക് ചെരിഞ്ഞു കൊടുത്താണ് കേട്ടോ. അമ്മ പിന്നെയും അത് പോരാത്തതൊക്കെ ചാക്കിലിട്ട് ഒന്നും കൂടിയും ചവിട്ടിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടിയും ചവിട്ടിയിട്ടൊക്കെ ഇതാക്കി. അപ്പോൾ പോകുന്നത് കൊണ്ടുപോയിട്ട് ഉമ്മ മുറ്റത്ത് ടാർപ്പായി വിരിച്ചിട്ട് അതിലിങ്ങനെ ഇട്ടിട്ട് ഇടുകയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതും കൂടെ ഇപ്പോൾ ചവിട്ടിയിട്ട് അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചക്കയൊക്കെ അവിടെ വെച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കി കൊടുക്കാൻ കൂടിയിട്ടോ. ഇതിൻ്റെ തോക്കം ഈ കുരുമുളകൊക്കെ ഒന്ന് വേറെടുത്താനൊക്കെ കൂടിയിട്ടോ. അപ്പം അങ്ങനെ വരയ്ക്ക് ഒറ്റയ്ക്ക് കഴിയൂല, വേഗം റെഡി ഒന്ന് ചെയ്യാൻ കൂടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉമ്മാൻ്റെ ഒപ്പം നിന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ കൂടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുരിങ്ങ പൊട്ടിക്കണം വിചാരിച്ചിരുന്നു കേട്ടോ. ഇന്ന് ഏതായാലും മീനൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ മുരിങ്ങ പൊട്ടിക്കാം, മുരിങ്ങ കറി ഉണ്ടാക്കാം, ഇടിച്ചക്ക ഉപ്പേരിയും പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ തൊടിയിൽ തന്നെ ഇഷ്ടംപോലെ മുരിങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എപ്പോഴൊന്നും ഉണ്ടാക്കലില്ല, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഇടിച്ചക്കയും നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുരിങ്ങ ഊരിയിട്ട്
ഇതാക്കണ്ട. അപ്പോൾ കുട്ടി ഞാനും ഊരാന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ ഒന്നിച്ചെടുത്തിട്ടൊക്കെ ഊരിയിട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ പാത്രത്തേക്ക്. അപ്പോൾ പിന്നെ എൻ്റെ മോള് വന്നിട്ട് അതൊക്കെ റെഡി ആക്കണുണ്ട്. അങ്ങനെ ഓൾ കുറേ നേരം നിന്നിട്ട് അതിലൊക്കെ നിന്നിട്ട് കളിച്ചിട്ടോ. ഓൾക്ക് ഞങ്ങളെന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓൾക്ക് വേണം. അപ്പോൾ അത് കൊടുക്കാത്തതിനാണ് എന്നോട് ചീത്ത പറയണ ഓൾ നിന്നിട്ട്. മുരിങ്ങ അങ്ങനെ ഉരുണ്ടടി ആയിക്ക് ഇടണ്ടെന്ന് പറയണീന് കാട്ടുകയാണ്. അപ്പോൾ ഓള് തോനെ ഇടുക എന്നൊക്കെ പറഞ്ഞാണ്ട് ഓളിങ്ങനെ നിന്ന് കാട്ടുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ ഒന്ന് തെറ്റിപ്പോവും, ഒന്ന് ഇറച്ചി കരഞ്ഞിട്ട് പോവും, അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ അങ്ങനെ മുരിങ്ങയൊക്കെ ഊരലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇടിച്ചാക്കി നുറുക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സ്റ്റൗമ്മ വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഈ മുരിങ്ങ ഊരാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞിട്ട് തെറ്റിപ്പോയി നിൽക്കുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് ഒരു മൂലൊക്കെ പോയി തെറ്റി നിൽക്കുകയാണ്. ഞാൻ മുണ്ടൂല എന്നൊക്കെ പറയുകയാണ് എന്നോട്. എന്നെ ചീത്ത അറിഞ്ഞില്ലേ ഞാൻ മുണ്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ പോയി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി വന്ന് മുരിങ്ങേൻ്റെ ഇലയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉള്ളി അരിഞ്ഞിട്ട് മുരിങ്ങ വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളം ഇതാഞ്ഞ് അത് പിന്നെ മൂത്ത് കഴിഞ്ഞിട്ട് അതിക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് ചെയ്യുക. ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ അതിക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളകും കൂടെ അതിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിക്ക് നമ്മൾ ഊരി വെച്ചിട്ടുള്ള മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഉണക്കമീനും മാന്തളയും അതും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അതിക്ക് മുരിങ്ങ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതവിടെ കടന്ന് വെന്തോളും. പിന്നെ ഞാൻ ഇത് വേവിക്കൽ കഴിഞ്ഞിട്ട് ഈ കറി പിന്നെ വേറെ ചട്ടിക്ക് ഒഴിച്ചിട്ട് ഇതിൽ തന്നെയാണ് മീൻ പൊരിക്കും. പിന്നെ മീൻ പൊരിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ആ ചട്ടി കഴുകിയിട്ട് ഞാൻ ഉപ്പേരി കടുകാർക്കൊക്കെ ആയിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഇങ്ങനെ കുറേ ചട്ടികളൊന്നും ഇങ്ങനെ എടുത്ത് ഇതാക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ അതിൽ തന്നെ ചെയ്തതാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ മുരിങ്ങൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കാൻ പോയിട്ടോ. അപ്പോൾ മസാലയൊക്കെ തേച്ച് മുളകും മഞ്ഞളും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ പപ്പടമൊക്കെ പൊരിച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചട്ടിയിൽ മീനും കൂടെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങൻ്റെ ഇലയും ഉപ്പേരിയും ഉണക്കമീനും പിന്നെ അടിപൊളിയായിട്ട് ഞാൻ ഇന്നലെ ചമ്മന്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചമ്മന്തി കേട്ടോ. കൊട്ടത്തേങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു ചോറിന് വന്നപ്പോൾ ഒരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുത്തു കേട്ടോ. മീൻ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റൂല. അപ്പോൾ ഇപ്പോൾ രാത്രി ആയപ്പോൾ ചിക്കൻ കൊടു നിൽക്കുകയാണ് കേട്ടോ. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ഉമ്മമ്മ വന്നത് കേട്ടോ. അപ്പം ഉമ്മമ്മക്ക് നമ്മളെ സാധാ ചിക്കനും ഒന്നും പറ്റൂല. അപ്പോൾ ഇപ്പോൾ കൊടുന്നിക്കണ മുട്ടക്കോഴിയാണ് കേട്ടോ. അത് മാത്രമേ ഉമ്മമ്മ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ മുട്ടയും അതൊക്കെ എടുത്തിട്ട് ഞാൻ ഉമ്മമ്മക്ക് വേറെ വേവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതൊക്കെ കഴുകി റെഡിയാക്കിയിട്ട് പിന്നെ അതുകൊണ്ടൊരു കറിയും വെച്ചു. പിന്നെ ഇപ്പോൾ പൊറാട്ട വണ്ടിയാട്ടോ ചെയ്തത് രാത്രി. അപ്പോൾ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു. അസ്സലാമു അലൈക്കും.